വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിക്ക് ജ്യൂസ് എടുക്കാനായി വസുമതിയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അമ്മയുടെയും മനംമാറ്റത്തെക്കുറിച്ച് മനസ്സിലായോ എന്ന് അർജുൻ തിരക്കുകയാണ്. അന്നേരം എനിക്കത് മനസ്സിലായി. അമ്മ തരാമെന്ന് പറഞ്ഞ പണം വേണ്ടാന്ന് വയ്ക്കണ്ട, നമ്മുടെ കുഞ്ഞിനല്ലേ തരാമെന്ന് പറഞ്ഞത്. പിന്നെ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുമോ? ചിലർക്കൊക്കെ പല ആഗ്രഹങ്ങളും കാണും. അതൊക്കെ സാധിക്കാതെ വരുമ്പോൾ അതൊക്കെ ദേഷ്യമായിട്ടും സങ്കടമായിട്ടും പ്രതികാരമായിട്ടുമൊക്കെ പുറത്തേക്ക് വരും. അമ്മയെ അങ്ങനെ കണ്ടാൽ മതി, മറുത്തൊന്നും പറയണ്ട എന്നൊക്കെ പ്രീതി അർജുനോട് പറയുന്നുണ്ട്. അന്നേരം വേദോപദേശമൊക്കെ മതി, എന്നും ഈ സ്നേഹം നിരന്നാ മതി എന്ന് അർജുൻ പറയുകയാണ്. തുടർന്ന് വസുമതി ജ്യൂസുമായിട്ട് വരികയാണ്. എന്നിട്ടത് പ്രീതിക്ക് കൊടുക്കുന്നു, അർജുനും കൊടുക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയെ നിർബന്ധപൂർവ്വം മുഴുവനും കുടിപ്പിക്കുകയാണ്. എന്നിട്ട് ഗ്ലാസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഞാൻ കഴിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട്. അന്നേരം പ്രീതി കിച്ചണിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, മോളിനി ഒരു ജോലിയും ചെയ്യണ്ട, റെസ്റ്റ് എടുത്താൽ മതി, ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചോളാം എന്നൊക്കെ വസുമതി അങ്ങ് പറഞ്ഞങ്ങ് അഭിനയിക്കുകയാണ്. ഇത് കണ്ട് അർജുന ആകെ അങ്ങ് ചിരിയാണ് വരുന്നത്. അർജുൻ മുഖം തിരിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്, വസുമതിയും പ്രീതിയും കാണാതെ. തുടർന്ന് അർജുനോട് പ്രീതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറയുകയാണ്. അങ്ങനെ അവർ സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ വസുമതി വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ തലയാട്ടി ചിരിച്ചുകൊണ്ട് അർജുൻ അങ്ങ് സമ്മതിക്കുകയാണ്. തുടർന്ന് അവരങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ കാത്തോളനെ ദേവി 1 കോടി രൂപയുടെ മുതലാണെന്ന് വസുമതി അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആകെ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഭാമയുടെ അടുത്തേക്ക് വന്ന് രാഘവൻ നായർ കാരണം തിരക്കുകയാണ്. അന്നേരം പ്രീതി പോയതിനുള്ള സങ്കടമാണ്. ഒരു ഉത്സവം കഴിഞ്ഞ പ്രതീതിയാണ് ഇപ്പോൾ. ഇനി അടുത്ത ഉത്സവം എന്ന് വരും എന്ന ചിന്തയിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭാമ തൻ്റെ സങ്കടങ്ങൾ രാഘവൻ നായരോട് പറയുന്നുണ്ട്. അന്നേരം പ്രീതിയെ എന്നും ഇവിടെ നിർത്താനായിട്ട് സാധിക്കുമോ? അത് പറ്റില്ലല്ലോ. എന്നും പ്രീതി അർജുൻ്റെ കൂടെ പറഞ്ഞു വിടുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വസുമതി ഇരു കൈ നീട്ടി അവളെ സ്വീകരിച്ചില്ല, അപ്പോൾ നമ്മൾ ആശ്വസിക്കേണ്ടല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയെ സമാധാനിപ്പിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഇവരുടെ സംസാരമൊക്കെ മുകളിൽ നിന്ന് ശാലിനി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ശാലിനി അവരുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ഇതിനെല്ലാം കാരണം നമ്മുടെ മോളുടെ ജീവിതം സുഖകരമായിട്ട് ഇപ്പോൾ നടക്കാനുള്ള കാരണം ഇവൾ ശാലിനിയാണ് എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഭാമ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ശാലിനി കാരണമാണ് എൻ്റെ നെഞ്ചിലെ തീ അടങ്ങിയത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ വീടിനെ സ്വർഗമാക്കാൻ നരകമാക്കാനും കഴിയുമെന്ന് എനിക്ക് ഇവളിലൂടെ അറിയാൻ സാധിച്ചു എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സുസ്മിതയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് സുസ്മിതയും ഭാമയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അന്നേരം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നീങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ഭാമ പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഇല്ല, വലിയൊരു പ്രശ്നം ഇനിയും ബാക്കി കിടക്കുകയാണ്. അതൊക്കെ സുസ്മിതയെ നോക്കിയാണ് പറയുന്നത്. സുസ്മിതയുടെ വിവാഹം സത്യാമ്മ മറന്നുപോയോ? വിഷ്ണുവേട്ടനേക്കാൾ കേമനായ ഒരു പയ്യനെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കുമെന്നല്ലേ സർലാൻഡിക്ക് സത്യാമ്മ വാക്ക് കൊടുത്തത്? അത് മറന്നുപോയോ? നമുക്ക് നടത്തണ്ടേ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രാഘവൻ നായർക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അന്നേരം സുസ്മിത ദേഷ്യം കൊണ്ട് മനസ്സിൽ കരുതുകയാണ്, എടി കോപ്പേ, നിന്റെ വിഷ്ണുവേട്ടനെ തന്നെയാണ് എനിക്ക് വേണ്ടത്, വിഷ്ണുവേട്ടനെയും കൊണ്ടേ ഞാൻ പോകൂ എന്നൊക്കെ സുസ്മിത അങ്ങ് മനസ്സിൽ പറയുന്നുണ്ട്. സുസ്മിത പറഞ്ഞത് കേട്ടതുപോലെ ശാലിനിയും മനസ്സിൽ പറയുന്നുണ്ട്, അത് നടക്കില്ലടി, അതിന് എതിരെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് പുതിയ കരിവിറക്കി ഈ ശാലിനി കളിക്കുന്നതെന്ന്. അത് ശരിയാണ്, അപ്പോൾ അതും കൂടി നടന്നാൽ എനിക്ക് സമാധാനമായി എന്ന് ഭാമ പറയുകയാണ്. അന്നേരം തിരക്ക് പിടിക്കേണ്ടെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. തിരക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ട്, നിന്റെ വിവാഹം നടക്കാത്തത് കൊണ്ടാണ്, പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റാത്തതിലുമാണ് വിഷ്ണുവും ശാലിനിയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാത്തത്. അവർക്കും ഒരു ജീവിതം വേണ്ടേ എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, തിടുക്കം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന്. അത് കേട്ട് സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഇയാൾ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം പറയുകയാണെന്ന്. അന്നേരം ബാക്കി രാഘവൻ നായർ പറയുകയാണ്, ഇവൾക്ക് ജീവിതത്തിൽ വിവാഹയോഗമുണ്ടോ എന്ന് ഒന്ന് നോക്കണ്ടേ എന്ന്. അന്നേരം ഇയാൾ ഇനി ഒരിക്കലും നന്നാകില്ല എന്ന് സുസ്മിത അങ്ങ് മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് സുസ്മിതയുടെ ജാതകത്തെ പറ്റിയൊക്കെ രാഘവൻ നായർ സംസാരിക്കുകയാണ്. അന്നേരം എന്ത് വേണമെന്നാണ് രാഘവേട്ടൻ പറയുന്നതെന്ന് ഭാമ ചോദിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ 12 വർഷത്തിൽ ഒരിക്കൽ ഒരു ചുറ്റി വരുന്ന ഒരു അവധൂതനില്ലേ, അദ്ദേഹം നമ്മുടെ അമ്പലത്തിലെ ആൽത്തറയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലുണ്ടാവും സുസ്മിതയുടെ പ്രശ്നം എന്താണെന്ന്. നിങ്ങൾ അദ്ദേഹത്തെ പോയൊന്ന് കാണാൻ. എങ്കിൽ ഞങ്ങൾ പോയി കാണാം, കൂടെ വിഷ്ണുവിനെയും കൂട്ടാമെന്ന് ഭാമ പറയുകയാണ്. അന്നേരം സുസ്മിത കരുതുകയാണ്, ആകെ പെട്ടല്ലോ എന്ന്. തുടർന്ന് സുസ്മിതയെ നോക്കി ശാലിനി മനസ്സിൽ പറയുകയാണ്, നീ പെട്ടടി, എൻ്റെ ആദ്യത്തെ കരുനീക്കമാണിത്, അവസാനത്തേതുമായിരിക്കും, നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നൊക്കെ ശാലിനി മനസ്സിൽ പറയുന്നുണ്ട്.
തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മയും രാജിയും ശാന്തയും ഒക്കെ ചേർന്ന് ശാരിക്ക് മെസ്സ് തുടങ്ങാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അന്നേരം എല്ലാം എടുത്തു വച്ചോ എന്നൊക്കെ ശ്യാമ ഒന്ന് ചോദിക്കുന്നുണ്ട്. എത്ര എടുത്ത് വെച്ചിട്ടും ശാരദാമ്മയ്ക്ക് മനസ്സിന് തൃപ്തി വരുന്നില്ല എന്നും പറഞ്ഞ് രാജി കളിയാക്കുന്നുണ്ട്. തുടർന്ന് ശാന്ത ചോദിക്കുകയാണ്, എല്ലാ പാത്രങ്ങളും അങ്ങ് കൊടുത്താൽ ഇവിടെ ഒരു ഓർഡർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അന്നേരം ഇവിടെ ഓർഡറൊക്കെ കുറഞ്ഞു വരികയല്ലേ, എല്ലാവർക്കും മാംസാഹാരം മതി, പിന്നെ ഇവിടെ ശാരിയല്ലേ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവളൊരു മെസ്സ് തുടങ്ങുമ്പോൾ നമ്മളല്ലാതെ പിന്നെ ആരാണ് സഹായിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളെ ഞാൻ കൈവിടില്ല, എനിക്ക് പണ്ടും 3 മക്കൾ, ഇപ്പോഴും 3 മക്കൾ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ രാജിയോടും ശാന്തയോടും പറയുകയാണ്, ശാരിയുടെ മെസ്സങ്ങ് വിപുലമാകുമ്പോൾ നിങ്ങൾക്കും അവിടെ പോയി അവളെ സഹായിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ രാജിയോടും ശാന്തയോടും ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം രാജി പറയുന്നുണ്ട്, രാജീവ് സാർ ഈ നാട്ടിൽ പുതിയതല്ലേ, ശാരിയുടെ മെസ്സ് എല്ലാവരും അറിഞ്ഞു തുടങ്ങണ്ടേ എന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഇപ്പോൾ കുടുംബശ്രീയിലേക്ക് വന്ന പുതിയൊരു നൂലുകെട്ടിൻ്റെ ഓർഡർ ഞാൻ അവൾക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് യോഗമുണ്ടെങ്കിൽ അതിലവൾ അങ്ങ് പിടിച്ചു കയറുമെന്ന്. അന്നേരം അത് അവൾ നന്നായി വരും, ഈ കുടുംബശ്രീയുടെ സ്ത്രീ ശാരിമോളല്ലേ എന്ന് രാജി ശരിവെക്കുകയാണ്. തുടർന്ന് ശാരികയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തൊക്കെ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട് ശാരദാമ്മ. ചെന്ന് കയറിയ വീട്ടിൽ അവൾക്കൊരു വിലയുമില്ല, ഇതുകൊണ്ടെങ്കിലും അവൾക്ക് കൃഷ്ണൻകുട്ടി അമ്മാവൻ്റെയും വിജയലക്ഷ്മിയുടെയും മുമ്പിൽ ഒരു വിലയുണ്ടായാൽ മതി, നീ കാത്തോളണേന്നൊക്കെ ശാരദാമ്മ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിനെയും കൂട്ടി സത്യഭാമയും സുസ്മിതയും ശാലിനിയും കാറിൽ ആ അവധൂതനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. അന്നേരം ആകെ ടെൻഷനോട് കൂടിയാണ് സുസ്മിത കാറിലിരിക്കുന്നത്. തുടർന്ന് അമ്പലത്തിൽ ആൽത്തറയിലിരിക്കുന്ന ആ അവധൂതനെയും കാണിക്കുന്നുണ്ട്. അവർ പ്രശ്നം പറഞ്ഞു വരുന്ന 2 പേരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ് ആ അവധൂതൻ. ഈ സമയത്തിൽ അവധൂതൻ ഇരിക്കുന്ന ആ അമ്പലത്തിലേക്ക് രോഹിത്തും എത്തുന്നുണ്ട്. ആ അവധൂതൻ ആ ഭാര്യയോടും ഭർത്താവിനോടും അവരുടെ പ്രശ്നങ്ങളെ പറ്റിയും പരിഹാരങ്ങളും ഒക്കെ സംസാരിക്കുന്നത് ഈ രോഹിത്ത് അവിടെ അടുത്ത് നിന്ന് ക്ഷമയോടുകൂടി കേട്ടു നിൽക്കുകയാണ്. തുടർന്ന് ആ ഭാര്യയും ഭർത്താവും പോയതിനു ശേഷം രോഹിത് സ്വാമിയുടെ അടുത്തേക്ക് വരുന്ന നമസ്കാരം സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, ഒരു പെൺകുട്ടിയെ തേടിയുള്ള അലച്ചിലാണ് ഇയാൾ അല്ലേ, അങ്ങനെ ഒരു ചിന്ത വേണമോ എന്നൊക്കെ ആ അവധൂതൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവളെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല, അവളെ എനിക്ക് വേണം എന്നൊക്കെ രോഹിത് പറയുകയാണ്. അവളെ എനിക്ക് കണ്ടെത്താനാകുമോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ, കണ്ടെത്താൻ സാധിക്കും, അവൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് സ്വാമി പറയുകയാണ്. എനിക്കും സുസ്മിതയ്ക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്ന് വീണ്ടും രോഹിത് ചോദിക്കുകയാണ്. അന്നേരം കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും മിണ്ടാതെ അവധൂതൻ ഇരിക്കുകയാണ്. വീണ്ടും സ്വാമി എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാമി പറയുകയാണ്, ഒന്നിക്കാൻ സാധിക്കും, പക്ഷേ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ശങ്കിച്ചു നിൽക്കുന്നുണ്ട്. തുടർന്ന് അവളിപ്പോൾ എവിടെയാണ് എന്ന് രോഹിത് വീണ്ടും സ്വാമിയോട് ചോദിക്കുകയാണ്. അവളിപ്പോൾ ഒരു യാത്രയിലാണ്, അവൾ ഇങ്ങോട്ട് തന്നെ വരികയാണ് എന്ന് സ്വാമി പറയുകയാണ്. അന്നേരം ആ മറുപടി കേട്ട് ആകെ അന്തം വിട്ട് രോഹിത് നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.